ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖങ്ങളുടെ പരമ്പരയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എല്ലാവരും സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടീമായിട്ട് എങ്ങോട്ടാണെന്നല്ലേ പലരും ചിന്തിക്കുന്നേ. പീക്കുന് ഹെയർ ഒത്തിരി വളർന്നു. 5 മാസമായിട്ടും ഇതുവരെ പീക്കുന് ഗ്രൂമിങ്ങിന് കൊണ്ടുപോയിട്ടില്ല. അത്യാവശ്യം ഹെയർ കട്ടൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുമായിരുന്നു. ഇനി അത് പറ്റുമെന്ന് തോന്നുന്നില്ല. കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ, കണ്ടമാനം രോമം വളർന്നിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഞാനതിന് കോമ്പ് ചെയ്യും, വൈകിട്ടാകുമ്പോഴത്തേക്ക് മൊത്തം കുരുക്ക് പിടിക്കും. ഇവിടെയാണ് നമ്മൾ ഗ്രൂമിങ്ങിന് കൊണ്ടുവന്നത്. നമ്മൾ ഗ്രൂമിങ്ങിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ 2 to 3 hours എടുക്കുമെന്ന് അവർ പറഞ്ഞേ. പീക്കുനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദുവി ഭയങ്കര പ്രശ്നമായിരുന്നു, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. സമ്മതിച്ചു മക്കൾക്ക് വിഷമോ? കേക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് കരച്ചിൽ നിർത്തിയത് കൊണ്ട് നേരെ പോയത് ബേക്കറി കോട്ടേജിലോട്ടാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരുന്ന ഷോപ്പാണ്. ഈ കാണുന്നത് മൂൺ കേക്കാണ്. ചൈനീസിൻ്റെ ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ് മിഡ് ഓട്ടം ഫെസ്റ്റിവൽ. അതിന് മൂൺ കേക്ക് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ മൂൺ ഫെസ്റ്റിവൽ എന്ന് പറയാറുണ്ട്. അത് ഈ വരുന്ന സെപ്റ്റംബർ 15-ാം തീയതിയാണ്. അതിൻ്റെ മെയിൻ ഒരു ഐറ്റമാണ് ഈ മൂൺ കേക്ക് എന്ന് പറയുന്നത്. മൂൺ കേക്കിൻ്റെ അച്ച് കിട്ടും. അതിനകത്ത് മൈദാമാവ് മധുരവും കൂടെ കുഴച്ചെടുത്തിട്ട് അതിനകത്തിൽ നമ്മുടെ ലോട്ടസിൻ്റെ റൂട്ട് സ്റ്റീം ചെയ്തതോ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ സ്റ്റീം ചെയ്തതോ അങ്ങനെ പല ഫ്ലേവർ ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് കുത്തുപണിയൊക്കെ ചെയ്ത കേക്കാണ്. സംഭവം കാണാൻ സൂപ്പറാണ്, ടേസ്റ്റ് നല്ലതാണ്. മിഡ്-ഓട്ടം ഫെസ്റ്റിവലിൻ്റെ സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മൂൺ കേക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാറുണ്ട്. ദുബൈയുടെ പ്ലേ സ്കൂളിൽ മൂൺ കേക്ക് ഉണ്ടാക്കാറൊക്കെ ഉണ്ട്, എന്നിട്ട് അത് വീട്ടിൽ തന്നു വിടും. ഈ ഷോപ്പിൽ പല ഐറ്റംസ് ഉണ്ടെങ്കിലും കോഴി സോയാ സോസ് ഒഴിച്ചിട്ട് മുഴുവനായിട്ട് ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. അത് നല്ല സൂപ്പറാണ്. പക്ഷേ ഇന്നത് വാങ്ങിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി ഈ പോകുന്നത് പിനാങ്കിലെ ട്രാൻസ്പോർട്ട് ബസ്സാണ് കേട്ടോ. സൈഡിൽ കൂടെ പോയപ്പോൾ കാണിച്ചതേ ഉള്ളൂ. കേക്കിൻ്റെ മുടി വെട്ടി കഴിയുമ്പോൾ അവർ വിളിക്കാമെന്ന് അവരുടെ ഇതുവരെ പക്ഷേ വിളിയൊന്നും വന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ പിന്നെ അത് പോയി വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഇനി 2 വലി കടയിലോട്ട് പോകും. എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ദുബൈയുടെ ഒരു പതിവാണ് 50 പൈസ ഇട്ടിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടുന്ന മെഷീനിൽ കയറിയിരുന്ന് ആടുന്നത്. ഗ്രൂമിങ് സെൻറ്ററിൽ നിന്ന് വിളിച്ചു, പീക്കുൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്ത് റെഡിയായെന്ന് പറഞ്ഞു. നമ്മളപ്പോൾ ഇനി അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എത്ര സുന്ദരനായിട്ട് പോയ പീക്കുവാ, തിരിച്ചു വന്നേക്കുന്ന അവസ്ഥ കണ്ടില്ലേ? മുടി വെട്ടിയിട്ട് അവർ കൊണ്ടുവന്ന് കയ്യിലോട്ട് തന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇത് ഏതായി കുടിച്ചുപട്ടി എന്നും പറഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത്. പിന്നെ മനസ്സിലായത് പീക്കു ആണെന്ന്. നിങ്ങൾക്ക് ഗ്രൂമിങ്ങിന് ബിഫോർ ആണോ അത് ആഫ്റ്റർ ആണോ പീക്കുവിനെ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് വീണ്ടും ഇതേപോലുള്ള വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.